മലയാളികൾക്ക് വളരെയധികം സുപരിചിതയായ ഒരു താരം തന്നെയാണ് ശ്രീകുട്ടി. എപ്പോഴും ശ്രീകുട്ടിയുടെ വാർത്തകൾ കേൾക്കാൻ വളരെയധികം ഇഷ്ടമാണ് പ്രേക്ഷകർക്ക്, പ്രത്യേകിച്ച് മെയിൻ സ്ക്രീൻ പ്രേക്ഷകർക്ക്. ഇപ്പോഴിതാ ശ്രീകുട്ടിയെക്കുറിച്ച് ചിലർ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന വാർത്തകളാണ്, അതായത് നെഗറ്റീവ് കമൻസ് ആണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറുന്നത്. ശ്രീകുട്ടി തന്നെയാണ് ഇത് എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത്. നിങ്ങൾ എന്നെപ്പറ്റി പല നെഗറ്റീവ് കമൻറ്റുകളും കേട്ടിട്ടുണ്ടാകും, ഞാനും കേട്ടിട്ടുണ്ട്. പക്ഷേ എന്നെ ഈയിടയ്ക്ക് ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ച ഒരു വാർത്ത അല്ലെങ്കിൽ കാര്യം എന്നത് എൻ്റെ ഹെൽത്ത് പോലും നോക്കാതെ ഞാൻ മനഃപൂർവ്വം അഭിനയിക്കുകയാണ്, വ്യൂസിന് വേണ്ടി ലൈക്കിന് വേണ്ടിയുമൊക്കെ അഭിനയിക്കുകയാണ് എന്ന് പറയുന്നവരോടാണ്. ഇങ്ങനെയൊക്കെ പറയുന്നവരോട് ഞാൻ എന്താണ് പറയേണ്ടത്? എനിക്ക് വ്യൂസിനും ലൈക്കിനും വേണ്ടി ഞാൻ അങ്ങനെ കാണിക്കുമെന്ന് നിങ്ങൾ തോന്നുന്നുണ്ടോ? എനിക്ക് കാല് വയ്യാതെ ഞാൻ നടന്നതും അതൊക്കെ വ്യൂസിന് വേണ്ടിയാണെന്നും പ്രമോഷന് വേണ്ടി അഭിനയിക്കുന്നു എന്നൊക്കെ പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിൽ നെഗറ്റീവ് കമൻറ്റ്സ് പറയുന്നവരോടൊന്നും എനിക്കൊന്നും പറയാനില്ല. മറ്റുള്ളവർ അവരുടെ ആരോഗ്യം വെച്ചൊന്നും തന്നെ അങ്ങനെ നെഗറ്റീവ് കാണിക്കില്ല. അത്തരം കാണിക്കുന്നവർ വളരെ കുറവായിരിക്കും. അവർക്ക് അങ്ങനെ ജീവിക്കാനും സാധിക്കില്ല. നിങ്ങൾ എന്നെ ഏത് സാഹചര്യത്തിൽ കണ്ടാലും എനിക്കിത് തന്നെയാണ് പ്രശ്നം. എൻ്റെ പ്രശ്നങ്ങളെല്ലാം എനിക്ക് നിങ്ങളോട് പറയാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് എനിക്ക് നിങ്ങളോടെല്ലാം തന്നെ പ്രശ്നങ്ങളാണ് എന്നും അല്ലെങ്കിൽ നിങ്ങളോട് ബുദ്ധിമുട്ടുകളാണ് എന്നും പറയാൻ സാധിക്കില്ല. ആരാധകർ വളരെയധികം സ്നേഹത്തോടെയാണ് പ്രേക്ഷകരുടെ ഇടയിൽ തന്നെ ഇത് കേൾക്കുന്നതെന്നും കൂടി പറയാം. സോഷ്യൽ മീഡിയയിൽ നിരവധി പേര് ഇപ്പോൾ ശ്രീകുട്ടിയെ പിന്തുണച്ചുകൊണ്ട് എത്തുന്നുണ്ട്. യൂട്യൂബ് ചാനലുമായി സജീവമാണ് ശ്രീകുട്ടി. വീട്ടിലെ വിശേഷങ്ങളെല്ലാം വ്ളോഗിലൂടെ പങ്കുവെക്കാറുമുണ്ട് ശ്രീകുട്ടി. അടുത്തിടെ എത്ര നല്ല അവസ്ഥയിലൂടെ അല്ല താൻ കടന്നു പോകുന്നതെന്ന് പറയുകയും ചെയ്തിരുന്നു. ഒരു അസുഖവുമില്ല, ഇത് ചുമ്മാ പ്രമോഷന് വേണ്ടി പോയി തടവുന്നതാണ് എന്നൊക്കെ കമന്റുകൾ കണ്ടപ്പോൾ ചിരിയാണ് വന്നത്. എൻ്റെ വയ്യായിക നിങ്ങൾ കാണുന്നതല്ലേ, വ്ളോഗിലൂടെ പുറമെ കാണുമ്പോൾ പ്രശ്നങ്ങളൊന്നും തോന്നുന്നില്ലെങ്കിലും നിൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒക്കെ എനിക്ക് നല്ല വേദന ഉണ്ടായിരുന്നു. ആദ്യം ആശുപത്രിയിൽ പോയി സ്കാൻ ചെയ്തപ്പോഴും യൂറിൻ ടെസ്റ്റ് നടത്തിയപ്പോഴും പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഒഴിച്ചിലും പിടിച്ചിലും നടത്തിയതോടെയാണ് നടുവേദന പൂർണ്ണമായി മാറിയത്. ഇത് വീണ്ടും വരാതിരിക്കാനായി എക്സസൈസ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. എല്ലാം അവർ പറഞ്ഞു തന്നിരുന്നു. അതൊക്കെ ഫോളോ ചെയ്ത് പോകാനാണ് പറഞ്ഞിട്ടുള്ളത്. എനിക്ക് അത്രയും വയ്യായിരുന്നു, അതാണ് പെട്ടെന്ന് ട്രീറ്റ്മെന്റിനായി വന്നത്. അവരുടെ നമ്പറുകൾ കാര്യങ്ങളുമൊക്കെ ശ്രീകുട്ടി ഷെയർ ചെയ്തിരുന്നു. എൻ്റെ വീഡിയോ കണ്ടു വരുന്നവർക്ക് അവർക്ക് പ്രത്യേകമായി ഓഫറൊക്കെ കൊടുക്കുന്നുണ്ട്. തിരുമലൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നല്ല ക്ഷീണമാണ്, കുക്കിംഗ് ഒന്നും ചെയ്തെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പുറത്തെ ഭക്ഷണം വലിയ താല്പര്യമില്ല, അതിന് കഴിച്ചാൽ അതൊക്കെയാണ് വരുന്നതെന്ന് അറിയാമല്ലോ, അതുകൊണ്ട് പറ്റുന്ന പോലെ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. വേണ്ടത്ര വിഷമം ഇല്ലാതിരിക്കുന്നതിൽ വിഷമമുണ്ടെന്നും കൂട്ടിച്ചേർക്കുന്നുണ്ട്. തലയിൽ നന്നായി വെളിച്ചെണ്ണയൊക്കെ വെച്ചിരുന്നു, മുടിയൊക്കെ നന്നായി കെട്ടിവെച്ച് ഉടയാക്കുന്നുള്ള ചോദ്യങ്ങൾ കണ്ടിരുന്നു. ഉഴിച്ചിലിനിടയിൽ മുടിയൊക്കെ കുരുങ്ങുന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് കെട്ടിവെക്കാതിരുന്നത്. എത്ര വയ്യെന്ന് പറഞ്ഞാലും കുറച്ചൊക്കെ പറ്റുമെങ്കിൽ എല്ലാം ചെയ്യും. റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ട് നീ ഇങ്ങനെ ചെയ്തു നടന്നോ എന്ന് പറഞ്ഞ് നമ്മ ശ്വാസിക്കും. സർജറിയൊക്കെ കഴിഞ്ഞിട്ട് പോലും വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്ത ആളാണ് അമ്മ. ആ അമ്മയാണ് എന്നോട് വിശ്രമിക്കാൻ പറയുന്നത്. എല്ലാ വീട്ടമ്മമാരെ പോലെയും ഞാനും വയ്യാതെയെങ്കിൽ പറ്റുന്നത് പോലെ എല്ലാം ചെയ്യും. ആയുർവേദത്തിൽ എനിക്ക് അങ്ങനെ ഒരു വിശ്വാസമൊന്നുമില്ലായിരുന്നു. അച്ഛനും അമ്മയും ആയുർവേദ ചികിത്സ കഴിഞ്ഞ് നല്ലതാണ്, എല്ലാം മാറിയെന്നൊക്കെ പറയുമ്പോൾ എനിക്കത്ര വിശ്വാസമല്ലായിരുന്നുവെന്ന് പറയുന്നു. ഒരനുഭവം വന്നപ്പോൾ ഞാനത് അറിയുന്നു എന്നുകൂടി കൂട്ടിച്ചേർത്തു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.